കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗത്തിന് ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട പണി തങ്ങളുടെ നേതാക്കന്മാരുടെ യോഗ്യത അളക്കലാണ്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാര് എന്ന് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങനെ തീരുമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തലപ്പൊക്കമുള്ള നേതാക്കന്മാരെ തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഡൗൺഗ്രേഡ് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനും നടത്തുന്ന ശ്രമങ്ങൾ അത് പല്ലിടയിൽ കുത്തി നാറ്റിക്കുന്നതിന് തുല്യമാണ് എന്നേ പറയാനുള്ളൂ. അത്തരത്തിൽ ഈ കോൺഗ്രസ് അണികളെന്ന് പറയപ്പെടുന്ന ആശാന്മാരിൽ നിന്ന് വലിയ തോതിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാൻ തുടങ്ങിയതോടെ കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് അതൊരു വല്ലാത്ത ചുരുക്കമായിരുന്നു. അതിപ്പോൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലിനെ, കെ സി വേണുഗോപാലിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ചുവടുറപ്പിക്കലിനെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ചർച്ചകളുണ്ട്. അത് കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ചില ചൂണ്ടിക്കാണിക്കലുകൾ ഉണ്ടാകുന്നുണ്ട്. ചില നല്ല എഴുത്തുകൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കെ സി വേണുഗോപാലിനെ എന്തായാലും കേരളത്തിലെ കോൺഗ്രസിന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരാളൊന്നുമല്ല. കെ സി വേണുഗോപാൽ ദേശീയ നേതാവല്ലേ, അതുകൊണ്ട് കേരളത്തിൽ എന്ത് കാര്യമെന്ന് ചോദിക്കാനും ഒരാൾക്കും അവകാശമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിനെയും നയിക്കുന്നത് കേന്ദ്രത്തിലെ കോൺഗ്രസ് ആണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ കെ സി വേണുഗോപാലിനെ ഒരു ഘട്ടത്തിൽ, അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നേരിട്ട ആ ഒരു ഘട്ടത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സി വേണുഗോപാലിനെ നിരന്തരം വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹം പക്ഷേ അവിടെ നിന്ന്, അതായത് തകർന്നു കിടന്ന ഇടത്ത് നിന്ന് ആ തകർച്ചയുടെ തുടർച്ചയുടെ ഘട്ടത്തിലും സംഘടനാ ചുമതലയിൽ ഇരിക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ സാധിച്ചതിൽ കെ സി വേണുഗോപാലിന് ഒരു പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാകില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് രാജ്യത്തെ എഴുതിത്തള്ളാവുന്ന പാർട്ടിയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ കെ സി വേണുഗോപാലിൻ്റെ പങ്ക് വലുതായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇനി തൽപരനായാൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല. തങ്ങളുടെ ഇഷ്ടമുള്ള നേതാക്കന്മാർക്ക് വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ. അത് വി ഡി സതീശന് വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ മഹത്തായ കാര്യമായി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെതായ ദൗത്യമുണ്ടല്ലോ. ആ ദൗത്യം എന്ന് പറയുന്നത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക, സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുക എന്നുള്ളതാണ്. അതിൽ പോലും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയതുപോലെയുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. ഞാൻ വ്യക്തിപരമായി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ കാലത്ത് മന്ത്രിസഭയിൽ പോലും വലിയ കുലുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആടി ഉലഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ ആ മഹാമാരിയൊക്കെ വന്നു. അതിനെ കൃത്യമായി, ഈ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകളെ കൃത്യമായി വോട്ടാക്കി മാറ്റാൻ UDFന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഇപ്പോൾ UDFന് അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്ന UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നതും സ്വന്തം നേതാക്കന്മാരെ തന്നെ ചെളിവാരി എറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായാൽ ഇവർ ഈ വിമർശിച്ചതിനൊക്കെ തലയിൽ മുണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടുന്ന അവസ്ഥ വരില്ലേ? ഈ അണികൾക്ക് സ്വന്തം നേതാക്കന്മാരെയല്ലേ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവ്, ആ നേതാവ് ഓട് പൊളിച്ചിറങ്ങി വന്നതൊന്നുമല്ല. അങ്ങനെയൊക്കെയാണ് ഏതോ ഒരു ചാനലിൽ ഒരാൾ പറയുന്നുണ്ട്, ഹെലികോപ്റ്ററിൽ തൂക്കിയിറക്കാൻ പോകുന്നു എന്നൊക്കെ. ഹെലികോപ്റ്ററിലൊന്നും തൂങ്ങിയിറങ്ങുന്ന ആളല്ല കെ സി വേണുഗോപാൽ. രമേശ് ചെന്നിത്തലയും അങ്ങനെ ഒരാളല്ല. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSU മുതൽ സംഘടനയുടെ എല്ലാ പ്രധാനപ്പെട്ട റോളിലും പ്രവർത്തിച്ച് ഭരണപരിചയത്തിൻ്റെ കാര്യത്തിലും സംസ്ഥാനത്തും മന്ത്രിയായി, കേന്ദ്രത്തിലും മന്ത്രിയായി, അങ്ങനെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരാളിനെ കുറിച്ചാണ് ഹെലികോപ്റ്ററിൽ കെട്ടിയിറങ്ങുന്ന ആളെന്ന് പറയുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രവർത്തകരെയൊക്കെ ഇപ്പോഴും പേരെടുത്ത് വിളിക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ള ആളുകളിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിനെ എന്നല്ല, രമേശ് ചെന്നിത്തലയെ ആയാലും പിണറായി വിജയനെ ആയാലും വി ഡി സതീശനെ ആയാലും നമ്മൾ അത്തരത്തിൽ അവർ കേരള രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ എന്ത് എന്ന് നമുക്ക് പറയാം, അവരുടെ ക്വാളിറ്റികൾ നമുക്ക് പറയാം, അവരുടെ തെറ്റുകളെക്കുറിച്ച് പറയാം. പക്ഷേ ഒരു നേതാവിനെ
അയാൾ ഒന്നിനും യോഗ്യനല്ല എന്നുള്ള തരത്തിൽ അടച്ചാക്ഷേപിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും മലീമസപ്പെടുത്തുകയുള്ളൂ. എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ ട്രാക്ക് ഹിസ്റ്ററി ഒന്നും ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തലുകൾ നടത്തി ഞങ്ങൾ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ സംഘടനാപരമായ ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം കേരളത്തിൽ മാത്രമല്ല, അസമിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലുമൊക്കെ കാലേക്കൂട്ടി ചെയ്തതും ഈ SIR-ൻ്റെ ഭീതിതമായ സാഹചര്യത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയതും, അങ്ങനെ ഒരു കെട്ടുറപ്പുള്ള സംവിധാനമായി ഇതിനെ കൊണ്ടുപോകുന്നതിനും വിമതന്മാരുടെ സാന്നിധ്യമില്ലാതാക്കുന്നതിനും ഒക്കെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ നടത്തിയ ഇടപെടലുകളെ അത്ര പെട്ടെന്ന് തിരസ്കരിക്കാവുന്നതൊന്നുമല്ല. ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആ പൊസിഷനിൽ ഞാൻ ശോഭിച്ചു, അതുകൊണ്ട് ഞാനാണ് ബാക്കിയുള്ള എല്ലാ പൊസിഷനും യോഗ്യൻ എന്ന് വിചാരിക്കുന്ന ഇടത്താണ് കോൺഗ്രസിൽ പ്രശ്നമുണ്ടാകുന്നത്. പിന്നെ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്, എന്നാൽ പറ്റില്ല, ഞങ്ങൾ MLA-മാരുടെ അഭിപ്രായം തേടണം എന്നുള്ളൊരു നില വന്നാലും കേരളത്തിൽ ആ MLA-മാരുടെ പിന്തുണയും കെ സി വേണുഗോപാലിനെ ലഭിക്കുകയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ പറയുന്ന അണികൾ ഒന്നടങ്ങണം, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെയെങ്കിലും ഒന്നടങ്ങണം എന്ന് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കേരളത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നതിനാൽ, അത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ആ പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ വർധന വന്നതിനാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് എന്നുള്ള തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെയും അനുകൂലികൾ വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്, ആശ്വാസം കൊള്ളുന്നുണ്ട്. ഇപ്പോൾ UDF-ൻ്റെ തരംഗമാണിത്. മാറാൻ ഉറച്ച് ജനം വോട്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഇത്രയും വലിയ വ്യത്യാസമുണ്ടായത് എന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിലാഷമാണ് പ്രതിഫലിച്ചത്, അതുകൊണ്ട് ജനം കൂടുതലായി ഇറങ്ങി വോട്ട് ചെയ്തു, അതിനാലാണ് പോളിംഗ് ശതമാനം ഉയർന്നത് എന്ന് LDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. BJP-ക്കാർ തങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് പലയിടത്തും ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ SIR-ന് ശേഷമുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടന്ന കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് വച്ച് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ വികാരം എന്ന നിലയിൽ കണക്ക് കൂട്ടുന്നത് വിഡ്ഢിത്തമാണ്. അതിനെ തരംഗമായി വ്യാഖ്യാനിക്കുന്നത് മണ്ടത്തരമാണ്. യഥാർത്ഥത്തിൽ ഈ SIR വന്നതിന് ശേഷമുള്ള വോട്ടർ പട്ടിക പ്രകാരം വോട്ട് ചെയ്ത ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ എണ്ണം എത്ര, 2021 വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം എത്ര, ആ ഡാറ്റ പരിശോധിച്ചാൽ അത് ഞെട്ടിക്കുന്നതാണ്. പലയിടങ്ങളിലും 10%, 12% ഒക്കെ പോളിംഗ് ശതമാനം ഉയർന്നുവെങ്കിലും അവിടെ ആകെ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ 10,000-ഉം 12,000-ഉം ഒക്കെ കുറവ് വന്നിരിക്കുകയാണ്.